അല്ല, ഇത് ചെയ്തു, ഈ പണം കൊടുത്താലേ ഇത് ചെയ്തു കൊടുക്കുള്ളൂ എന്നാണ് അവര് പറയുന്നത്. അപ്പൊ അവർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇത് തന്നേക്കാന്ന്. പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഈ മതേ ഇതിപ്പോ വേറെ ഒന്നുമില്ല, റൂൾസ് ഫ്രെയിം ചെയ്ത് ഇവിടെ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, ഹൗസിൽ വെക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ, ഭൂരിപക്ഷമുള്ളതല്ലേ ഗവൺമെന്റിന്, അത്രയേ ഉള്ളൂ. അത് ചെയ്തു കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെയ്തു കൊടുക്കാന്നുള്ള ഉറപ്പും മേലാണ് ചർച്ച ഇങ്ങനെ നിൽക്കുന്നത്. അങ്ങനല്ലേ കുഴ പേടിക്കുന്നത്. ചെയ്തു കൊടുത്താൽ ചിലപ്പോൾ അവർ പൈസ കൊടുത്തില്ലെങ്കിൽ അവര് പറഞ്ഞിരിക്കുന്നത് അതല്ലേ, ഇത് ചെയ്താലേ നമുക്കിത് നടപ്പായി കിട്ടുള്ളൂ. ഇത് ഉടനെ നമുക്ക് ഈ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചാൽ ഉടനെ നമുക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാവും. അതിന് നമ്മൾ ഈ പണം എല്ലാവരും കൊടുക്കണം. 20 കോടി രൂപയാണ് കളക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. 801 ബാറുകൾ കൂട്ടി ഓരോരുത്തർ 2.5 ലക്ഷം രൂപ വെച്ച്. കൃത്യമായ കോഴയല്ലേ, കോഴ ഇടപാടല്ലേ, അല്ലാതെ അവര് വെറുതെ പിരിക്കണം. തീരുമാനം ഇതിനു മുമ്പ് ഉണ്ടായതിനു ശേഷമാണ് വലിയ തുക പിരിവെടുക്കാനുള്ള തീരുമാനം ആണല്ലോ. അല്ലെങ്കിൽ പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പിന്റെ പുറത്തല്ലാതെ അവരെങ്ങനെ പൈസ പിരിക്കുക? അവരല്ലാതെ പൈസ പിരിക്കാൻ അവർക്ക് പറ്റുമോ? അവർക്ക് ഉത്തരവാദിത്വം ഉള്ളതല്ലേ, അവരുടെ അംഗങ്ങളോട് ഉത്തരവാദിത്വം ഉള്ളതല്ലേ. വെറുതെ പൈസ പിരിക്കാൻ പറ്റുമോ? അവർക്ക് വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിന് വേണ്ടി പൈസ പിരിക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്തു തരാം, അതിന് പണം കൊടുത്തേ മതിയാവും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും പൈസ കളക്ട് ചെയ്ത് എത്രയും പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ പൈസ കളക്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. കാരണം കുറച്ച് ദിവസമല്ലേ ഉള്ളു ഈ പെരുമാറ്റച്ചട്ടം മാറാൻ വേണ്ടിയിട്ട്. അപ്പൊ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ ആ പെരുമാറ്റച്ചട്ടം മാറി അവർക്ക് അത് ചെയ്യാം. നമുക്ക് ഇപ്പൊ അവരും വിഷമത്തിലായല്ലോ. കാരണം അവർക്കൊരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങിയപ്പോ അത് പുറത്തു വന്നതോടുകൂടി അവരും വിഷമത്തിലായി. അവരും വെള്ളം പൂശാൻ വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കും. അത്രേ കാണേണ്ട ആവശ്യമുള്ളൂ. ഇത് വളരെ കൃത്യമായിട്ട് ഒരു ജില്ലാ പ്രസിഡന്റ് അവരുടെ സംസ്ഥാന സമ്മേളനം, സംസ്ഥാന കമ്മിറ്റിയുടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് സ്വന്തം ജില്ലയിലെ ആളുകൾക്ക് കൊടുത്ത മെസ്സേജാണ്. ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായി പറയാണ്. ഉത്തരവാദിത്തം ഇല്ലാത്ത ആളൊന്നുമല്ലല്ലോ. അങ്ങനെ അവരുടെ സംഘടനയിൽ എത്രയോ നാളല്ലായിട്ടുള്ള ഒരാളാണ്. ബാർക്കോഴ വന്നപ്പോഴേ വലിയ ശക്തമായ രീതിയിലാണ് ഇടതുമുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിച്ചത്. അല്ല, ഉറപ്പായിട്ട് വരുമല്ലേ. ഇപ്പൊ ഇന്നലെ വന്നത്, ഇന്നലെ ഇത് വന്നത്, ഇന്ന് രാവിലെ അല്ലേ ഇത് വന്നത്. അപ്പൊ നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് എക്സൈസ് മന്ത്രിയുടെ രാജിയാണ്. ആദ്യ രാജി, അല്ലെങ്കിൽ അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾ സമരപരിപാടിയായിട്ട് രംഗത്തിറങ്ങും. വല്ല സംശയമുണ്ട്? ഇത് ക്ലിയർ കേസല്ലേ. മറ്റത് ആരോപണം മാത്രമായിരുന്നു, ഒരു ആരോപണം മാത്രം. ഒരു ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ല. ആ ഗവൺമെന്റ് മുഴുവൻ ബാറുകൾ അടച്ചുപൂട്ടുകയാണ് ചെയ്തത്. അവർ ഒരു ഫേവറും ചെയ്തു കൊടുത്തിട്ടില്ലല്ലോ കഴിഞ്ഞ ഗവൺമെന്റ്. ആ ഗവൺമെന്റ് സംസ്ഥാനത്തെ മുഴുവൻ ബാറുകളും 5 സ്റ്റാർ ഹോട്ടലുകളിൽ ബാറുകൾ മാത്രം നിലനിർത്തിക്കൊണ്ട്, കാരണം 5 സ്റ്റാർ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ബാറുണ്ടെങ്കിൽ ലൈസൻസ് കിട്ടുള്ളൂ. 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാർ ഒഴിച്ചുള്ള മുഴുവൻ ബാറുകൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനമല്ലേ UDF ഗവൺമെന്റ് എടുത്തത്. എന്നിട്ടും കോഴാരോപണം വന്നില്ലേ ചെയ്യാത്ത കാര്യത്തിന്. ഇപ്പൊ അതല്ലേ ചെയ്തു കൊടുക്കാം എന്ന് പറയുന്ന കണ്ടീഷനിലല്ലേ വളരെ വ്യക്തമായി. ഇതിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും? ഇത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ക്ലിയർ ആയിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കല്ലേ ഇതിന്റെ അകത്ത്, ഈ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കല്ലേ. അല്ലല്ല, അവർക്കിപ്പോ അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നേരെ പറിച്ചു ഇല്ല, ഇങ്ങനെ ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ഞങ്ങൾ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് കാശ് കൊണ്ടുപോയി എത്തിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരാന്ന് പറയണമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. ഒരു ചർച്ച അതൊക്കെ നമ്മൾ പറയട്ടെ, ഇത് അവരുടെ യോഗം നടന്ന സ്ഥലത്ത് നിന്നുള്ള അവരുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് വന്ന സംഭവമല്ലേ. അങ്ങനെ ഒരു അതൊന്നും അല്ലല്ലോ ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അവിടെ തീരുമാനം എടുത്തിട്ടുണ്ട്, ആ തീരുമാനം നിങ്ങൾ നടപ്പാക്കി തന്നെ, നിങ്ങൾ പണം തന്നെ എന്നല്ലേ പറയുന്നത്. അല്ലാതെ പറയുന്നതല്ലത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാനത് പറഞ്ഞല്ലോ, ഞാൻ പണം പിരിവ് തുടങ്ങിയെന്നാണ് പറഞ്ഞത്. കിട്ടാത്തത് ഒരു വേഗം തന്നെ എന്നാണ് പറഞ്ഞത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇടുക്കി ജില്ലയിലെ കാര്യം മാത്രമാണ് ആ ഇടുക്കി ജില്ലയിലെ പ്രസിഡന്റ് അവിടുത്തെ ബാർ ഉടമകളോട് പറയുന്നത്. വളരെ കൃത്യമായിട്ടുള്ള കേസല്ലേ. അല്ല, നമുക്ക് വരട്ടെ, ദിവസങ്ങളുണ്ടല്ലോ, ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഉത്തരവാദിത്വം എക്സൈസ് മന്ത്രിക്കുണ്ടല്ലോ. അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ പാർട്ടി അറിയാതെ ഇങ്ങനൊരു സംഭവം നടക്കില്ലല്ലോ. നിങ്ങൾക്ക് ഞങ്ങൾ ഇത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. എക്സിക്യൂട്ടീവ് യോഗം ചേർന്നാന്ന് പറയുന്നത്
യോഗത്തിൽ ട്രഷറർ അടക്കം പങ്കെടുക്കുന്നു. ട്രഷറർ ഇടതുമുന്നണിയുടെ ഒരു ഘടകകക്ഷി നേതാവ്, അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടോ? അതിപ്പോ അതിന്റെ അകത്ത് സ്വാഭാവികമായിട്ട് വന്നാരെങ്കിലും ആയിരിക്കും. അതല്ല, ഇത് വളരെ വ്യക്തമായിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കേസാണ്. സർക്കാരിന്റെ കയ്യിൽ ഇതുണ്ട് അല്ലേ, സോൺ പൈപ്പ് ലൈൻ ആണ് ഈ സംഭവം, ഈ തീരുമാനം, ഈ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താനുള്ള കാര്യം. ഇത് സബ്ജക്ട് കമ്മിറ്റിയുടെ സമിതിയിലൊക്കെ ഇത് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് വെയിറ്റ് ചെയ്യണം, സർക്കാർ വെയിറ്റ് ചെയ്യണം തീരുമാനം എടുക്കാൻ വേണ്ടി. തീരുമാനം ഡിലേ ചെയ്തത് ചിലപ്പോൾ പണം കിട്ടാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ പണം വേഗം കൊടുത്താൽ നമുക്ക് പെരുമാറ്റച്ചട്ടം കഴിയുമ്പോഴേക്കും ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്.